പോയിട്ടോ എല്ലാവർക്കും ബൈ. മണിയേരി വീട്ടിൽ ശമ്പളം കഴിക്കണം കേട്ടാ. ജോലിയൊക്കെ നല്ലോണം ചെയ്യ്, പൈസയൊക്കെ അയക്ക്. ഓക്കെ പോയിട്ടെടുത്താ പൈസയൊക്കെ ആർക്ക് അയച്ചാലും ഒരു കുഴപ്പമില്ല. പക്ഷെ കിട്ടുന്ന പൈസ അതേപോലെ അയക്കണം. എല്ലാവർക്കും ഞാൻ കുറച്ച് ഇങ്ങനെ 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 ഞാൻ വന്നു ഈ വീട് ഇറങ്ങിയ ഞാൻ വന്ന ഒരു പയ്യനായി പോകുന്ന ചാനൽ വളർന്ന് എല്ലാവരും ട്രിപ്പൊക്കെ പോകണമെങ്കിൽ അടിച്ചാൽ പോയിട്ട് പൈസ ഒക്കെ എല്ലാവർക്കും അയച്ചു തരണം. നമ്മൾ സേവ് ചെയ്ത് ട്രിപ്പൊക്കെ ഒരു ഗുണം, നീ ഇന്നലെ ചാനൽ തുടങ്ങി, ഇന്ന് നീ ഗൾഫ് കാണും. മനസ്സിലായി? ഇതാണ് പറഞ്ഞൂടെ എല്ലാവർക്കും പൈസയിലൊക്കെ എന്തിരിക്കുന്നത് അല്ലേ? കമ്പനിയുടെ കാർഡ് പൈസ ഖജനാവിന്റെ താക്കോൽ നിന്റെ തരുന്നത് സൂക്ഷിക്കണം. അന്റെ പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇനി കുടുംബക്കാർ വീട്ടുകാരൊക്കെ എന്തിനാ? എനിക്ക് കാർഡ് കിട്ടിയില്ല. മാറെല്ലാരും പെട്ടി എടുക്കുന്നു. കാർഡ് തന്നില്ല. പെട്ടി എടുക്കാം. എടാ എല്ലാം കൂടി അവനായിരുന്നു. എനിക്ക് മനസ്സിലായില്ല നീ എന്തോ ആയിരുന്നു. അവനെന്തോ ആയിരുന്നില്ലേ മറ്റേത്? മിസ്റ്റർ ട്രിവാൻഡ്രം. സ്കൂട്ടി പെരുവഴിയിൽ കിടക്കുകയാണ്. പെട്രോൾ തീർന്ന ആരെങ്കിലും എടുത്ത് വെച്ച ഫ്ലൈറ്റ് കിട്ടിയപ്പോ പിന്നെ സ്കൂട്ടിയും വേണ്ട കാറും വേണ്ട. സമയമില്ല, ഓൾറെഡി ലേറ്റ്. ലാസ്റ്റ് ആയിട്ട് വണ്ടി എടുക്കുന്നത് ഇന്ത്യയിൽ ഇല്ല. ഇനി ഒരു വർഷം കഴിഞ്ഞാൽ എടുക്കാൻ പറ്റൂ. 5 വർഷം കഴിഞ്ഞിട്ട് തന്നെ വരും. ഞാൻ എടുക്കാം. വരുമ്പോ ഒരു കുപ്പി കൊണ്ടുവരാം. എന്തായിരുന്നാലും അബുദാബി പോകുന്നത്. അപ്പൊ ഡാനിയ ഞാൻ പറഞ്ഞ പൊറോട്ടയും ബീഫും കഴിക്കണം. ബീഫൊക്കെ സെറ്റായി, പൊറോട്ട വാങ്ങി. ചൂടായിട്ടിരിക്കാണ്ട് നമ്മളിങ്ങനെ ഫോയിൽ പേപ്പർ വാങ്ങിച്ചിടുന്നത്. അതുകൊണ്ട് അതേപടി ഇങ്ങനെ പോകും. സാധനം സെറ്റ് ആക്കിയിട്ടുണ്ട്. പോമോ? സാധനം മതി. ശരിയാക്കി സമയമില്ല. ഞാൻ തന്നെയാണോ പെട്ടിയെടുത്ത് വെക്കണം. വേറെ ആരും ഒന്ന് ഹെൽപ്പ് ചെയ്യരുത്. കാർഡ് കിട്ടിയാൽ ഇനി സ്വന്തമായിട്ട് എല്ലാം ചെയ്തോ? അനന്തോ ചാച്ചൻ നല്ല രീതിക്ക് പോയിട്ട് വരണം. ഒരു പ്രവാസിയായി തിരിച്ചു വരണം അനന്തോ ചാച്ച. ട്രോളി എടുത്തിട്ട് വരൂ. ആഗ്രഹം പറഞ്ഞല്ലേ, എന്തായാലും എടുത്തിട്ട് പോടാൻ പറഞ്ഞപ്പോ എഴുതുന്നവൻ. വരുമ്പോ കളിപ്പാട്ടം വെച്ചിട്ട് വേണം. ഒരു 5 വർഷം എടുക്കുന്ന കുഴപ്പമില്ലല്ലോ. ആ സമയത്ത് തൊപ്പി വെച്ചിരിക്കുന്നത്. വാടാ കേറി ഇരിക്കുക. സർപ്രൈസ് ആണ്. നിന്നെ കൊണ്ടുവന്നു. സർപ്രൈസ് ആണ്. കേറി ഇരി. നിന്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അശ്രദ്ധ കാണിച്ചൊന്നും ഇരുന്ന് ഉറങ്ങരുത്. എപ്പോഴും ഇരുന്ന് ഉറങ്ങരുത്. ഷൂട്ടിന്റെ സമയത്ത് പോകണം. ഷൂട്ട് എടുക്കുമ്പം ഒരു സൈഡ് മൂലയ്ക്ക് പോയിരുന്ന് ഉറങ്ങരുത്. അബിൻ മോൻ പറയുന്ന എല്ലാം അനുസരിക്കും. பாசங்கள் நேசங்கள் ஏதுமே இன்றி வாழ்ந்திடும் வாழ்க்கையோ வாழ்க்கையில்லை. பிரிந்தே நாம் வாழ்கின்ற போதிலும் പറഞ്ഞത് കേട്ട് அழகாய் பூ பூத்திட வேண்டிய வேர்கள் நீர் ஈர்த்திடுமே. ഇത് കാരണമുണ്ടോ? அது கிடைத்தாலும் கூட போலே நഞ്ചா இதுபோல்
കാരണം ഫ്രണ്ട്സ് ഒക്കെ നാട്ടിൽ നിന്ന് വെളിയിൽ ജോലി ചെയ്യാനൊക്കെ പോകുമ്പോ സങ്കടം വരുമല്ലോ, അതുപോലെയാണ് ഇപ്പൊ അനന്ത് വെച്ചാൻ പോകുമ്പോ നമ്മൾ പഠിക്കാൻ പോയിരുന്നെങ്കിൽ കുഴപ്പമില്ല, പഠിച്ചത് നന്നായി വരും. ജോലിക്ക് പോയിട്ട് എന്തോ എങ്ങനെ വരുമെന്ന് ചെയ്യുവാനോ എന്യോ. പണിയെടുക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. എന്നാലും അവിടെ നിന്ന് റോൾ എടുത്തിട്ടോ ജോലി ചെയ്യണ്ടല്ലോ, ഒരു എക്സ്പീരിയൻസ് ആവട്ടെ. സന്തോഷപൂർവ്വം പോയിട്ടോ. സാലറിക്ക് ഞങ്ങക്ക് ശമ്പളം വേണം. ശമ്പളം 2 ബുദ്ധിയില്ലാത്തവരെയാണ് ഞാൻ വിട്ടിട്ട്. ഗൈസ്, അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇന്റർനാഷണൽ ട്രിപ്പ് പോണത്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. നിങ്ങൾ വിചാരിക്കും വീഡിയോ ആരാണ് എടുക്കുന്നതെന്ന്. സംഭവമില്ലേ, ഞാൻ ഓരോടവും പണിക്കൊന്നുമല്ല പോകുന്നത്. എനിക്ക് വയ്യ പണിയെടുത്ത് ജീവിക്കാമെന്ന്. ഞാൻ ഇങ്ങനെ ജീവിക്കത്തുള്ളൂ, എൻ്റെ ഇഷ്ടം പോലെ. പക്ഷെ എല്ലാവരുടെ അടുത്തും പറയുന്നത് പണിയെടുക്കാനാണ് ഞാൻ പോകണമെന്ന്. പക്ഷെ അതിനല്ല ശരിക്കും ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞിരിക്കുന്നത് ഇവൻ്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, അറ്റൻഡ് ചെയ്താൽ ജോലി ഉറപ്പ് എന്ന രീതിയിലാണ് പോകുന്നത്. ഉറപ്പ് കിട്ടും എന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത്. അങ്ങനെയാണ് പാക്ക് ചെയ്തെല്ലാം വരുന്നത്. പക്ഷെ ഞങ്ങൾ അതിനല്ല പോകുന്നത്. ഇത്ര വർഷം ഈ നാട്ടിൽ നിന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇതുവഴി ഇങ്ങനെ പോകുന്നത്. അബിന്റെ കട നല്ല വിശപ്പുണ്ട്. നല്ല വിശപ്പുണ്ട് എന്നെ അല്ലേ ഞങ്ങൾ കടയിലോട്ട് തന്നെ വരാതിരുന്നു. എടുത്ത് അവരൊന്നും പറഞ്ഞില്ലേ. അപ്പോൾ നമ്മുടെ എയർപോർട്ട് ഫുഡ് പാർട്ട്നേഴ്സായ കൃഷ്ണതീരല്ല, ഇത് ജാം. അവർ ഗ്രൂപ്പിന്റെ പേരാണ് കൃഷ്ണതീരം. ആദ്യമായിട്ട് വരുമ്പോ ശരിയാവും. അബി അന്ന് പേഴ്സണലി സ്റ്റുഡിയോയിൽ വന്നപ്പോൾ പറഞ്ഞു, എയർപോർട്ടിൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം. ഇന്ന് രാവണന്റെ വരവില്ലേ, രാവണന് 10 തലയും 10 വയറും കാണും. ചേട്ടാ, ഞങ്ങളെ മുതലാളി ആൾക്കാർ ഞങ്ങളൊന്ന് പേഴ്സണലി ഡീൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉള്ളതിൽ എല്ലാത്തിനും 2 വെച്ചെടുക്കണം. ഞങ്ങള് മുതലാളി എന്ത് പറയും? മുതലാളി ഞാൻ ഡീൽ ചെയ്തു. എയർപോർട്ടിൽ ഫസ്റ്റ് ടൈം കോംബോ ആണ്. നിങ്ങൾക്ക് ലുലുവിൽ കോംബോ കിട്ടിയില്ലെങ്കിൽ എയർപോർട്ടിൽ വന്ന് കഴിക്കാൻ കേട്ടോ. എവിടെയെങ്കിലും അതിന് വേണ്ടി ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് എടുത്തിട്ടൊക്കെ ഇവിടെ വന്ന് കഴിക്കാൻ കേട്ടോ. അതാണ് നമ്മൾ ഓർഡർ ചെയ്ത കട. സമയം എടുക്കും. അപ്പോൾ ഒരു ന്യൂസ് കേട്ടു, മുതലാളിക്ക് വേറൊരു കട ഉണ്ടെന്ന്. അവിടെ ഇപ്പൊ എന്തുവേണേലും എടുക്കാൻ, ഇവിടെ എന്തുവേണേലും എടുക്കാം. എന്തെടുക്കണം? എല്ലാത്തിനും ഓരോന്ന് വെച്ചെടുത്തു. ഓക്കെ, ഇത് മതി. അതൊന്നും പറ്റത്തില്ല, ഇത് മതി. ഇത് കൊള്ളാല്ലേ? ഇത് കൊള്ളാം. ഇതെന്തിനാ ഉപയോഗിക്കും? വെള്ളം കുടിക്കാനാ? ഇത് മറ്റേ വൈൻ ഗ്ലാസ് ആണെന്ന് തോന്നുന്നു. മുതലാളി ഇത് ഞങ്ങൾ എടുക്കുവാണ് കേട്ടോ. പറയാന്നില്ല, ഇത് എടുക്കുന്നു. ബൈ. അപ്പൊ ഒത്തിരി നന്ദിയുണ്ട് കൃഷ്ണതീരത്തിന്. ഓക്കെ, വാ, ചായ കുടിക്കാം. വാ. നമ്മളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് ഫുഡ് പാർട്ട്നേഴ്സിന് നല്ല രീതിയിൽ താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ വരുന്നവരാണെങ്കിൽ ഡൊമസ്റ്റിക്കിലും ഉണ്ട്, ഇന്റർനാഷണൽ ഉണ്ട്. ഞങ്ങളുടെ എല്ലാ വീഡിയോയിലും ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ ലെവലിൽ പോവുകയാണെങ്കിൽ ഇവിടെ വരിക, ജാം കൃഷ്ണതീരം വരിക. ചട്ടമ്പീസ് എന്ന് പറഞ്ഞാൽ 20% ഡിസ്കൗണ്ട്. ചട്ടമ്പീസ് എന്ന് പറഞ്ഞാൽ 20% ഡിസ്കൗണ്ട് കിട്ടും. ഇനി ഇന്നാവും പിടിയും. അറ്റ്ലാസ്റ്റ് നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ. എൻ്റെ സീനിയേഴ്സോ ജൂനിയേഴ്സോ ആരെങ്കിലും ആരുമില്ല. അവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലുണ്ടായിരുന്നു, ഇപ്പൊ ആരുമില്ല. പോലെ ചെയ്യാൻ പറഞ്ഞിരുന്നില്ല, വിശാല പോലെ ചെയ്യണം. ബോയ്സിന് പ്രത്യേക രീതിയിലാണ് ചെയ്യേണ്ടത്. വിചാരിക്കും ഇവൻ എന്താ പറ്റി. ചേച്ചി ഒരു ആരെ അങ്ങനെ നീതാവരുത്. കട്ടേനെ ഇതിനേക്കാള് ഫ്രണ്ടിലിരിക്കുന്ന ചേച്ചി കൊള്ളാം. ഇങ്ങനെ പറഞ്ഞാലേ ഇവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്ന് ആരോ പറഞ്ഞതുപോലെ കണ്ടു. നമ്മൾ എന്ത് കണ്ടാലും ഇനി അസ്തഫറുള്ള എന്ന് പറയണം, കേട്ടല്ലേ? ഒരു കാറ്റിലുമായി കലരാതെ, ഒരു വീർപ്പിലുമാർത്തുലയാതെ. എന്തിനു വേണ്ടിയെന്നൊന്ന് ചെറിയൊരു ഗസ് ചെയ്താൽ ചിലപ്പം സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലാവണമല്ലോ.
ராக்கி துபாய்க்கு போனது 2 காரணத்துக்காக. இன்னொரு காரணம் என்ன? அவன் நிறைய பணம் எடுத்துட்டு போயிருந்தான்ல. But wasn't that an advance for the gold Inayat Khalil was sending? No. Then what was it for? എന്റെ ചെല്ല മോൾ Carlos Victor! You bet!